നമസ്കാരം ജനറൽ SSC ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ CHSL-ന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അറിഞ്ഞാണ് 23-നാണ് വന്നത്. അപ്പൊ അതിനെപ്പറ്റി ബാക്കി നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, എങ്ങനെ അപ്ലൈ ചെയ്യണം, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അതിനെപ്പറ്റി അതിന്റെ വേക്കൻസി, അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് 23-ാം തീയതിയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10th +2 ലെവൽ എക്സാമിനേഷൻ ആണ് CHSL എന്ന് നമുക്കറിയാം. അതിന് മുന്നേ തന്നെ CGL-ന്റെ എക്സാം വന്നിട്ടുണ്ട്, നമ്മളത് വീഡിയോ ചെയ്തു, അത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ നമുക്ക് CHSL വന്നിട്ടുണ്ട്. അത് 10th +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ ഡേറ്റ്സ് ഓഫ് സബ്മിഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് വരെയാണ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് തുടങ്ങുന്നതെന്ന് വെച്ചാൽ 23 തൊട്ട് 18/7 വരെ, അടുത്ത മാസം 18 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ മാസം 23 തൊട്ട് അടുത്ത മാസം 18 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സമയമുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് 18ആണ്. അതിന്റെ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാൻ ഒരു ദിവസം കൂടെ കിട്ടും. പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, ഓൺലൈൻ പേയ്മെന്റ് ചെയ്ത് അങ്ങ് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്കൊരു കറപ്ഷൻ വിൻഡോ ഒക്കെ വരും കേട്ടോ. പിന്നീട് എന്തെങ്കിലും കറപ്ഷൻ ചെയ്യാനായിട്ട് ഒരു ഇത് ഓപ്പൺ ചെയ്യാറുണ്ട് അവര്. അത് വരുന്നത് 24-ാം തീയതി വരെയാണ്. 23 തൊട്ട് 24, 2 ദിവസമേ ഉണ്ടാവുള്ളൂ. നമ്മൾ 18-ാം തീയതി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അവര് സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും കറക്ഷൻ ഇനി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കറക്ഷൻ ചെയ്യാനുള്ള ഒരു വിൻഡോ എന്തായിരിക്കും, 23, 24 എന്തായിരിക്കും, നമുക്ക് ഓപ്പൺ ആയിരിക്കും. അതുപോലെ തന്നെ ടയർ 1, ടയർ 2 ഉണ്ടെന്ന് അറിയാലോ. നമുക്ക് ഇതിന്റെ എക്സാം ആയിട്ട് ടയർ 1ഉം ടയർ 2 ഉണ്ട്. രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അതിൽ ടിയർ 1 വരുന്നത് 8/9 തൊട്ട് 18/9 വരെയാണ് വരുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ടയർ 2 വരുന്നത് എന്താണ്, ഫെബ്രുവരി മാസം. അതിന്റെ ഡേറ്റ് ആയിട്ടില്ല. ഇതിന്റെ വന്നിട്ട് ഇതിന്റെ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം ഫെബ്രുവരി മാർച്ച് കാലയളവിലായിരിക്കും എന്ത് നടക്കുക, അതിന്റെ മെയിൻസ് എക്സാം അല്ലെങ്കിൽ ടയർ 2 എക്സാം നടക്കുന്നത്. ഓക്കെ. അപ്പൊ ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 18-ാം തീയതി വരെ നമുക്ക് അയക്കാം. 23-ാം തീയതി, ഈ മാസം 23 തൊട്ട് അടുത്ത മാസം 18 വരെ നമുക്ക് അയക്കാൻ പറ്റും. പിന്നെ എന്താണ് അതിന്റെ കറപ്ഷൻ വിൻഡോ വരുന്നത്, എന്താണ് അടുത്ത മാസം 23-ഉം 24-ഉം എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് എക്സാമിനേഷൻ ഡേറ്റ് ആണ് കേട്ടോ. 8/9 തൊട്ട് 18/9. ഓക്കെ. സെപ്റ്റംബർ ആണ്. 8-ാം തീയതി തൊട്ട് 18-ാം തീയതി വരെ എപ്പോഴും വേണമെങ്കിലും നമുക്ക് നടക്കാം. പിന്നെ നമുക്ക് അത് റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും ടയർ 2-ന്റെ എക്സാം വരുന്നത്. ഫെബ്രുവരി മാർച്ച് ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഈ +2 അതായത് CHSL വരുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്ക് വരുന്നുണ്ട്. അതിന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 19 തൊട്ട് 63 വരെയാണ് നമുക്ക് ആ പേ സ്കെയിൽ വരുന്നത്. കൂടാതെ തന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ വരുന്നുണ്ട്. അത് 25 തൊട്ട് 81 വരെയാണ്. ലെവൽ 4, ലെവൽ 5 അങ്ങനെയൊക്കെ ഓരോ ലെവൽ അനുസരിച്ചാണ് പേ സ്കെയിൽ ഡിഫറൻസ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ലെവൽ 4 ആണെങ്കിൽ 25, ലെവൽ 5 ആണെങ്കിൽ 29 മുതൽ 92 വരെയൊക്കെയാണ്. പിന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A വരുമ്പോ 25 തൊട്ട് 81 വരെ. ഇതൊക്കെയാണ് ഇതിന്റെ പേ സ്കെയിൽ വരുന്നത്. കൂടുതൽ ആൾക്കാരും LDC നമ്മുടെ ലോവർ ഡിവിഷൻ ക്ലർക്ക് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അവരവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താണ് അടുത്ത വേക്കൻസീസ് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് വേക്കൻസീസ്. 3231 വേക്കൻസീസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചതും. അപ്പൊ എന്താണ് 3331 വേക്കൻസി ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ സൈറ്റിൽ കയറിയിട്ടുള്ള സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഏത് സൈറ്റ് ആണെന്ന് അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് സൈറ്റിൽ കയറി വേഗം അപ്ലൈ ചെയ്യുക. വെറുതെ വെച്ച് താമസിക്കണ്ട. കാരണം ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ആവുമ്പോഴത്തേനും എന്ത് ചെയ്യും, ക്രാഷ് ആവും, സൈറ്റ് ക്രാഷ് ആവും, പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വെറുതെ എന്തിനാണ് നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. ഏതാണ് നിങ്ങളെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ ഏതാണ് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ തീരുമാനിച്ച് അങ്ങനെ ചെയ്യുക. പിന്നെ ഈ റിസർവേഷൻ ഉള്ളവർക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് നോട്ടിഫിക്കേഷൻ ഒരു 89ഓളം പേജ് ഉണ്ട്. നമ്മൾ ടെലിഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ റിസർവ്, ഇപ്പൊ ജനറൽ കാറ്റഗറി ആണെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫീസ് അടച്ചങ്ങ് അപ്ലൈ ചെയ്താൽ മതി. അല്ല എങ്കിൽ മറ്റേ ഈ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ, ജാതി സർട്ടിഫിക്കറ്റ്, വരുമാനം അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ എന്താണ് ഈ ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, ഈ ഫോട്ടോയും തമ്പും ഒക്കെ എന്ത് ചെയ്യുക, കുറച്ച് റീസൈസ് ചെയ്തിട്ടൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ പുറത്ത് പോയി ചെയ്യാം, അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയി ചെയ്യുന്നവർക്ക് അവർ തന്നെ എല്ലാം ചെയ്തു തരും, എളുപ്പമായിരിക്കും. പിന്നെ മെയിൻ ആയിട്ട് ഏജ് ആണ് കേട്ടോ. ഏജ് എന്ന് പറയുന്നത് എന്താണ് 1/1/2026 വെച്ചിട്ടാണ് അവർ ആ ഡേറ്റ് ഫിക്സ് ചെയ്തേക്കുന്നത്. ഏജിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 18 തൊട്ട് 27 വയസ്സ് വരെയാണ് നമ്മുടെ CHSL-ന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ആ ഏജ് ലിമിറ്റ് അവർ കണക്കാക്കുന്നത് എന്താണ് 1/1/2026 വെച്ചിട്ടാണ് കേട്ടോ. 1/1/2026 ഇത്ര ആവണം എന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് അവര് കണക്കാക്കുന്നത്. അതായത് എന്താണ്
2/1/99 1/1/2008 ഇടയ്ക്കുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, 18 തൊട്ട് 27 വയസ്സ് വരെയാണ്. പിന്നെ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച്, ഇത് ജനറൽ കാറ്റഗറിക്കാണ്. നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഏജ് റിലാക്സേഷൻ വരുന്നത്. SC/STക്ക് 5 വർഷം വരുന്നുണ്ട്, OBCക്ക് 3, പിന്നെ PWBDക്ക് ആണെങ്കിൽ 10 years, അതില് OBCക്ക് ആണെങ്കിൽ 13, അതിന്റെ SC/STക്ക് ആണെങ്കിൽ 15, എക്സ് സർവീസ്മാന് എന്ത് ചെയ്യുക 3 വർഷം, അങ്ങനെ അങ്ങനെ ഒരുപാട്. അതുകൊണ്ട് ജനറൽ കാറ്റഗറിക്ക് 18 തൊട്ട് 27 വയസ്സ് വരെയാണ്. 99-നും 2008-നും അതിന്റെ മാസം കൂടി നോക്കിക്കോ, 1/1/2008 2/1/99 1999 കേട്ടോ. ബാക്കിയുള്ളവർ അവരവരുടെ കാറ്റഗറി വെച്ചിട്ട് നിങ്ങൾ ഏത് കാറ്റഗറിയാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തുണ്ടാവും, ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ് കേട്ടോ. 100 രൂപ എന്ന് പറയുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് എന്താണ് 100 രൂപയാണ്. വുമൺ കാൻഡിഡേറ്റ്സ്, SC, ST, ബാക്കിയുള്ള റിസർവേഷൻ കാൻഡിഡേറ്റിനൊന്നും എന്തില്ല, ഫീസ് ഇല്ല. അപ്പൊ ഈ OBC ജനറൽ കാറ്റഗറിയിലൊക്കെ ഉള്ളവർക്ക് ഫീസ് ഉണ്ട്. വുമൺസിന് ഇപ്പൊ ഏത് കാറ്റഗറി ആയാലും വുമൺസിന് ഫീസ് ഇല്ല. പിന്നെ ഈ നമ്മുടെ SC/ST അങ്ങനെയുള്ളവർക്കൊന്നും എന്ത് ചെയ്യില്ല, ഫീസ് ഇല്ല. ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടച്ചു പോകും. ഓൺലൈൻ ഫീസ് അടയ്ക്കാൻ ഒരു ദിവസം കൂടി എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഫീസ് അടച്ച് പോകേണ്ടതാണ് കേട്ടോ. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറക്ഷൻ വിൻഡോ വരുന്നത് 23, 24 18-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 19-ാം തീയതി വരെ നമുക്ക് ഫീസ് അടയ്ക്കാം. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ഒരു കറക്ഷൻ വിൻഡോ ഓപ്പൺ ആക്കും. 23-ാം തീയതിയും 24-ാം തീയതിയുമാണ്. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് എന്താണ് എക്സാമിനെ കുറിച്ച് ഒന്ന് നോക്കാം. എക്സാമിന്റെ സിലബസും ബാക്കി കാര്യങ്ങളും വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് അത് വായിച്ചു നോക്കുക. ഞാൻ ജസ്റ്റ് എക്സാം എങ്ങനെയായിരിക്കും എന്ന് മാത്രമേ പറഞ്ഞു. നമുക്ക് 2 എക്സാം ഉണ്ടാകുന്ന Tier 1-ഉം Tier 2-ഉം ആണ് ഉണ്ടാവുക. രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. അപ്പൊ Tier 1-ന്റെ ഒരു ഔട്ട്ലൈൻ സിലബസ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ അതിൽ ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മൊത്തത്തിലൊരു ഞാൻ പറഞ്ഞതുപോലെ ഒരു 80-89 പേജോളം വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ചെയ്തത്. ഓക്കെ, അപ്പം Tier 1-നാണെങ്കിൽ നമുക്ക് എന്താ ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നുണ്ട്, ജനറൽ ഇന്റലിജൻസ് വരുന്നുണ്ട്, QA വരുന്നുണ്ട്, ജനറൽ അവയർനെസ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ NTPC ആയാലും ഗ്രൂപ്പ് D ആയാലും ബാക്കി എല്ലാത്തിലും വരുന്നത് പോലെയൊക്കെ തന്നെയാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇക്കാര്യങ്ങളൊക്കെ ഇത്രയാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ Tier 2-ല് കുറച്ചുകൂടി ഉണ്ടാവും. അതിന്റെ സിലബസ് ഇതിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിൽ 25 ക്വസ്റ്റ്യൻ, മാക്സിമം മാർക്ക് 50 ആണ് കേട്ടോ. ജനറൽ ഇന്റലിജൻസ് 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്. QA അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും 25-50. ജനറൽ അവയർനെസ്സും 25-50 ആണ് കേട്ടോ. 60 മിനിറ്റ്സ് ആണ് നമ്മുടെ ഇത് വരുന്നത്. 80 മിനിറ്റ്സ് ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന് അപ്പൊ നമുക്ക് 60 മിനിറ്റ് ആണ് നമ്മുടെ ടോട്ടൽ ടൈം വരുന്നത്. അല്ലാത്തവർക്ക് റിസർവേഷൻ ഉള്ളവർക്ക് 80 മിനിറ്റ് ഉണ്ടാവും. അപ്പൊ ഇത്രയാണ് നമ്മുടെ Tier 1-ന്റെ സബ്ജക്റ്റുകൾ ഇത്രയാണ്. ജനറൽ നോളജ് ഉണ്ട്, ജനറൽ ഇന്റലിജൻസ് ഉണ്ട്, റീസണിംഗ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. 25 ക്വസ്റ്റ്യൻ 50 മാർക്കാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ആദ്യം ഓർക്കുക. പിന്നെ ഫീസിന്റെ കാര്യം, നിങ്ങളുടെ ഏജിന്റെ കാര്യം നോക്കുക. നിങ്ങൾക്ക് ഏതാണ് അപ്ലൈ ചെയ്യാനുള്ളതെന്ന് അത് നോക്കുക. പിന്നെ ഇത് ഞാൻ പറഞ്ഞതുപോലെ റിസർവ് കാറ്റഗറിയിലുള്ളവർക്ക് കുറച്ചുകൂടി അപ്ലൈ ചെയ്യാനായിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫോർമാറ്റും പേജുകളും എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ളത് എന്നുള്ളത് സഹിതമാണ് ഇവർ ഈ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പൊ ഇനി മുതൽ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നമുക്ക് എക്സാമിന്റെ ഡേറ്റ് എന്നാണ് വരുന്നത്, Tier 1-ന്റെ ഡേറ്റ് വരുന്നത് 8/9 ആണ്. 8/9 തൊട്ട് 18/9 സെപ്റ്റംബറിൽ ഏത് ദിവസം വേണമെങ്കിലും നടക്കാം, 8-നും 18-നും. അപ്പൊ എന്ത് ചെയ്യുക, അത് പഠിച്ചു തുടങ്ങാം. നമുക്ക് NTPC കഴിഞ്ഞു, നമുക്ക് CGL-ലും ഇതുണ്ട്. അപ്പൊ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാം, അപ്പൊ നമുക്ക് ഇതില് CHSL-ന്റെയും CGL-ന്റെയും ഒക്കെ കോഴ്സുകൾ നമുക്ക്, കൂടാതെ RRB ഗ്രൂപ്പ് D അവരുടെയൊക്കെ കോഴ്സുകൾ നമുക്ക് ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. വീഡിയോ ക്ലാസ്സുകളാണെങ്കിലും നമുക്ക് PDF നോട്ട്സ്, അങ്ങനെ ഒരുപാട് നോട്ട്സുകളും കാര്യങ്ങളും, കറണ്ട് അഫയേഴ്സ്, ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് എക്സാം ഉണ്ട്, ഷോർട്ട് ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സുകൾ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അത് നോക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കുക. അപ്പൊ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക്, ആപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ചാനൽ ഇവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത് വേഗം അപ്ലൈ ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.